ദിവ്യ എന്നീ പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും കൂട്ടുകാരിയെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് കുറച്ചു ദിവസം നിൽക്കാൻ വരുന്നു. അവളുടെ നാട്ടിലെ ഗണേശ് എന്നൊരു പയ്യനെ ദിവ്യക്ക് വളരെ ഇഷ്ടമാണ്. ഒരു ദിവസം അവൾ ധൈര്യത്തോടെ ഗണേശിനോട് അവളുടെ ഇഷ്ടം പറയുന്നു. പക്ഷേ ഒരു ഡയറക്ടർ ആവാൻ ഇഷ്ടപ്പെടുന്ന ഗണേശ് നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടിക്കും ഓരോ നാടകമെല്ലാം കളിച്ച് നടക്കുന്നത് കാരണം ദിവ്യയുടെ അമ്മക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഒരു ദിവസം ദിവ്യ വീട്ടിൽ നിന്നും താഴെയുള്ള ഗണേശിനോട് സംസാരിക്കുന്നത് അവളുടെ അമ്മ കാണുന്നു. അന്ന് അവളുടെ അമ്മ ദിവ്യ വളരെയധികം ചീത്ത പറഞ്ഞ് അവൾ അറിയാതെ അവളുടെ മാമനെ വിളിച്ച് ദിവ്യ അവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. മറുഭാഗത്ത് ദിവ്യ ഗണേശിന്റെ കൂടെ സിനിമക്കും മറ്റും പോയി അവളുടെ ജീവിതം അവൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം അവർ സിനിമക്ക് പോയപ്പോൾ അവരുടെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ അത് കണ്ട് അത് അവളുടെ അമ്മയോട് പറയുന്നു. അന്ന് വൈകുന്നേരം തന്നെ ദിവ്യയുടെ സമ്മതമില്ലാതെ നിർബന്ധിപ്പിച്ച് അവളെ പെണ്ണ് കാണാൻ അവളുടെ മാമൻ വീട്ടിലേക്ക് എത്തി. നിശ്ചയത്തിന്റെ തീയതി വരെ അവർ തീരുമാനിച്ചത് കണ്ട് അവൾ പെട്ടെന്ന് ഗണേശിനോട് കാര്യം പറഞ്ഞ് അവനോട് അവളെ കല്യാണം കഴിക്കാൻ പറയുന്നു. പക്ഷേ അവൻ അവളോട് അവന് കുറച്ച് സമയം വേണമെന്നും അവന്റെ ലക്ഷ്യത്തിനിടയിൽ ഒരു കല്യാണം ഇപ്പോൾ നല്ലതല്ല എന്നും പറഞ്ഞത് കേട്ട് അവർക്കിടയിൽ ഒരു ചെറിയ വഴക്ക് നടക്കുന്നു. അങ്ങനെ അന്നു മുതൽ അവർ പരസ്പരം ഒന്നും സംസാരിക്കുക പോലും ചെയ്യാതെ അവളുടെ കല്യാണ ദിവസം വന്നെത്തുന്നു.